സഖാവാണ്, പത്രക്കാരിയാണ്, നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. നാടെന്ന് പറയുമ്പോൾ പയ്യോളി നഗരസഭയിലെ 27-ാം വാർഡായ ഗാന്ധിനഗർ. എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ പറയാം. കഥ കേൾക്കുന്ന മൂഡിൽ അത് കേട്ടാൽ മതി. നേരം വെളുക്കും മുമ്പ് പത്രമെടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങും. അനിയനാണ് കൂട്ട്. ലെവൽ ക്രോസ് ഒക്കെ കടന്നാണ് പോക്ക്. പതിനഞ്ച് മിനിറ്റ് സൈക്കിൾ ചവിട്ടുമ്പോൾ പയ്യോളി ബസ് സ്റ്റാൻഡിലെത്തും. പത്രക്കെട്ട് അവിടെയാണ് ഉണ്ടാവുക. ചേട്ടന്മാരായിട്ടൊക്കെ നല്ല കൂട്ടാ. അറിയല്ലേ, ഞാൻ 27 മത്സരിക്കുന്നേ. എല്ലാ സപ്പോർട്ടും ഉണ്ടാവണേ. അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് വോട്ട് പിടിച്ചേരണം. ആ, ശ്രമിച്ചാൽ നമുക്ക് കിട്ടും. അവിടെ അനിയൻ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് കേട്ടേക്കാം. സാന്ദ്ര ഇപ്പോൾ ഒരു 3 വർഷമായി ഏകദേശം പേപ്പറിടാൻ തുടങ്ങിയിട്ട്. ഞങ്ങളത് രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. രണ്ടുപേരും ഒരുമിച്ചാണ് വരാറ്. ഒരുമിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ട് പേപ്പർ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി അവിടെ നിന്നാണ് സെറ്റ് ചെയ്യാറ്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് 2 വർഷത്തേക്കാണ് പോകാറുള്ളത്. എല്ലാവരും ചോദിക്കും എന്തിനാണ് ചേച്ചിനെ കൂട്ടുന്നത്, ഇങ്ങനെ പേപ്പർ ഇടാൻ ഒരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് കൊടുക്കുന്ന മറുപടി, ആൺകുട്ടികൾ മാത്രമല്ലല്ലോ ഇങ്ങനത്തെ ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യേണ്ടത്, പെൺകുട്ടികൾക്കൊരു അനുഭവം വേണ്ടേ. അഥവാ ഞാനില്ലെങ്കിൽ സാന്ദ്ര ഒറ്റയ്ക്ക് വരിക. അടുക്കി പെറുക്കി വെച്ചിട്ട് തിരിച്ചു ചവിട്ടും. 75 വീടുകളിൽ ഇട്ട് തീർക്കാനുള്ളതല്ലേ. എൻ്റെ വാർഡിൽ തന്നെയാണ് കൂടുതൽ പത്രവും. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയും പോലെ പത്രത്തിനൊപ്പം വോട്ട് കൂടി ചോദിക്കുന്നുണ്ട്. അറിയില്ലേ, എല്ലാവരും പറയണേ വരുന്നങ്ങളെല്ലാം. SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. DYFIയുടെ പയ്യോളി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനവുമുണ്ട്. വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കിൽ യൂണിയൻ ചെയർമാനാണ്. നാട്ടുകാർ ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് 21കാരിയെ പാർട്ടി വാർഡിലിറക്കിയത്. അതുകൊണ്ട് വിജയിച്ചേ പറ്റൂ. വേറൊരു കാര്യം, ജയിച്ചാലും തോറ്റാലും പത്രക്കാരിയായി ഇതിലൊക്കെ തന്നെ ഞാനുണ്ടാകും, അതുറപ്പ്. കഥ വിട്ട് കാര്യത്തിലേക്ക് വന്നാൽ 2 പേരെ മറികടക്കണം സാന്ദ്രയ്ക്ക് ഒന്നാമതെത്ത്. കഴിഞ്ഞ തവണ ഈ വാർഡിൽ വിജയിച്ചത് UDF ആണ്, രണ്ടാമത് BJP ആയിരുന്നു. സഞ്ജു പൊറ്റമല്ലൊപ്പം റാഹിസ് റഷീദ്, മീഡിയ 1, കോഴിക്കോട്.